തൃക്കാക്കര ASI ഷിബി കുര്യാക്കോസിനെ ഇതര സംസ്ഥാന തൊഴിലാളി ആക്രമിച്ചു. മുഖത്തും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. മദ്യലഹരിയിൽ അക്രമാസക്തനായി റോഡിൽ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് സംഭവ സ്ഥലത്തേക്ക് ASI എത്തിയത്. വിവരങ്ങളുമായി രേണുക ചേരുന്നു. രേണുക, ഇപ്പോൾ ASIയുടെ നില എങ്ങനെയാണ് തുടരുന്നത്? വിവരങ്ങൾ. നിലവിൽ ASIയുടെ തലയ്ക്ക് 7 തുന്നിക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖത്തും ക്ഷതമേറ്റിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ രാത്രിയോടെയാണ് ആ സംഭവം ഉണ്ടായത്. ഇതര സംസ്ഥാന തൊഴിലാളി ധൻജയാണ് ഈ ഒരു അക്രമസക്തനായ അല്ലെങ്കിൽ അക്രമം അഴിച്ചുവിട്ടതെന്ന് വേണം പറയാൻ. കാരണം മദ്യലഹരിയിൽ അവിടെ അക്രമസക്തനായി പെരുമാറിയതിനെ തുടർന്നാണ് ഈ ASIക്ക് തൃക്കാക്കരയിലുള്ള ഷിബി കുര്യാക്കോസിന് ഒരു നാട്ടുകാരിൽ നിന്നും ഒരു കോള് വരുന്നത്. ആ ഒരു സംഭവ സ്ഥലത്തേക്ക് പോയോണ്ടേ ഷിബി കുര്യാക്കോസിനെ കല്ലെറിയുകയും തലയ്ക്ക് കല്ലെറിയുകയും അതോടൊപ്പം തന്നെ യൂണിഫോത്തിൽ പിടിച്ചു വലിക്കുകയും ഇങ്ങനെ നിരവധി സംഭവങ്ങളാണ് അവിടെ ഉണ്ടായത്. അക്രമസക്തനായതിലൂടെ തന്നെ ഷിബി കുര്യാക്കോസും അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരും പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ട് അല്ലെങ്കിൽ അയാളെ ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിച്ചിട്ട് പോലും കഴിഞ്ഞില്ല. ഇരുവരെയും കല്ലെടുത്ത് എറിയുക. അതോടൊപ്പം തന്നെ ഷിബി കുര്യാക്കോസിന്റെ തലയിൽ 7 തുന്നിക്കെട്ടുണ്ടായിട്ടുണ്ട്. മുഖത്തും കല്ലും കൊണ്ട് അടി കിട്ടിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ തൃക്കാക്കര സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് തുടർന്നത്. വലിയ ഗുരുതരമായ ഒരു പരിക്കുകൾ എന്ന് പറയാൻ കഴിയില്ല. ആരോഗ്യം തൃപ്തികരമാണ്. തലയിലുണ്ടായ ഒരു സ്റ്റിച്ചും മുഖത്തേറ്റിരിക്കുന്ന ഒരു ക്ഷതമേക്കലുമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് വൃന്ദ. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മർദ്ദനമേറ്റ് ASIക്ക് തലയ്ക്കും മുഖത്തിനുമടക്കം പരിക്കേറ്റിരിക്കുന്നു. തൃക്കാക്കര ASIയുടെ ആണ് പരിക്കേറ്റത്.